നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വെളപ്പായിയിൽ വിഷപ്പുല്ല് കഴിച്ച് 4 പശുക്കൾ ചത്ത സംഭവത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. മഞ്ഞുകാലത്ത് പൂവുണ്ടാകുന്ന പുല്ല് കഴിച്ചാണ് പശുക്കൾ ചത്തതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിൽ വിഷപ്പുല്ലിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാക്കി. വെറ്ററിനറി ഡോക്ടർ ഡേവിഡ് എബ്രഹാം ഉൾപ്പെട്ട സംഘമാണ് നിരീക്ഷണം നടത്തുന്നത്. ബംഗാളി എന്ന പേരിൽ സംസ്ഥാനത്തെത്തുന്ന ബംഗ്ലാദേശികളുടെ എണ്ണമേറുന്നു. ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ഇവർ വ്യാജരേഖകളിലാണ് ബംഗാളികൾ എന്ന പേരിൽ കഴിയുന്നത്. അങ്കമാലിയിലും തൃപ്പൂണിത്തുറയിലും അനധികൃതമായി തങ്ങിയ 4 ബംഗ്ലാദേശികൾ പിടിയിൽ. തൃപ്പൂണിത്തുറ മാത്തൂരിൽ ഒരു വനിതയടക്കം 3 പേരും അങ്കമാലിയിൽ ഒരാളുമാണ് പിടിയിലായത്. വില്ലടം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടം തുറന്നു നൽകാത്തതിൽ വ്യാപക പ്രതിഷേധം. 3 കോടി രൂപ മുടക്കി 5 വർഷം മുമ്പ് നിർമ്മിച്ച ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന് വൈദ്യുതി കണക്ഷൻ നൽകാത്തതാണ് ആശുപത്രി കെട്ടിടം തുറന്നു നൽകാത്തതിന് കാരണം. കൊച്ചി വാട്ടർ മെട്രോ കൊടുങ്ങല്ലൂരിലേക്ക് നീട്ടാൻ നീക്കം. വരാപ്പുഴ ടെർമിനലിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കാനാണ് ധാരണ. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊല്ലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന യൂട്യൂബർ മണവാളനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മണവാളൻ എന്ന കേച്ചേരി സ്വദേശി മുഹമ്മദ് ഷഹീൻ ഷായെയാണ് ഷാഡോ പോലീസും വെസ്റ്റ് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. മാടക്കത്ര കച്ചിത്തോട് ഡാമിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ ഏക്കർ കണക്കിന് പറമ്പിന് തീപിടിച്ചു. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണയ്ക്കാൻ ശ്രമിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ താലപ്പൊലി ആഘോഷം കാണാനെത്തിയ യുവാവിനെ ആക്രമിച്ച കേസിൽ 5 BJP പ്രവർത്തകർ അറസ്റ്റിൽ. ശ്രീനാരായണപുരം ആല സ്വദേശികളായ ചാണാശ്ശേരി മണിലാൽ, എടച്ചാലിൽ കൃഷ്ണചന്ദ്രൻ, ചൂരപ്പെട്ടി രാഹുൽ, എടവിലങ്ങ് ചാണാശ്ശേരി മിഷാൽ, കോതപറമ്പ് തളിയാശ്ശേരി കാർത്തിക് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു വിഭാഗം അധ്യാപകരും സർക്കാർ ജീവനക്കാരും നാളെ പണിമുടക്കും. സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ സംഘടനയായ സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ, CPI അനുകൂല സംഘടനയായ അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുമാണ് നാളെ സൂചനാ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കടലിൽ തീരത്തോട് ചേർന്ന് അനധികൃത രാത്രികാല മത്സ്യബന്ധനമായ കരവലി നടത്തിയ ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് ഓരോ ബോട്ടിനും 2.5 ലക്ഷം രൂപ വീതം പിഴ ചുമത്തി. തൃശൂർ അതിരൂപത മാതൃവേദിയുടെ നേതൃത്വത്തിൽ 1200ഓളം അമ്മമാർ ചേർന്ന് ബൈബിളിലെ പുതിയ നിയമം പകർത്തിയെഴുതിയതിന്റെ പ്രകാശനം വ്യാഴാഴ്ച തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടക്കും. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും. ജനവാസ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മട്ടത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരിക്കുങ്ങൽ ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കടൽ ഭിത്തി നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് കടപ്പുറം പഞ്ചായത്തിൽ SDPI പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. തീരോത്സവ മൈതാനിയിൽ നടന്ന പ്രതിഷേധത്തിന് SDPI കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജഹാൻ നേതൃത്വം നൽകി. അത്താണി പറമ്പായ റോഡ് ആധുനിക രീതിയിൽ പുതുക്കി പണിയണമെന്ന് CPI പറമ്പായ ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി AR ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭയുടെ ദുർഭരണവും അഴിമതിയും ആരോപിച്ച് ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര നടത്തി. മേഖലാ പദയാത്ര DCC ജനറൽ സെക്രട്ടറി MV ഹൈദർ അലി ഉദ്ഘാടനം ചെയ്തു. മതിലകം പൊക്ലായിയിൽ മദ്യം വാങ്ങാൻ വന്നയാളെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ 2 പേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി പുതിയ വീട്ടിൽ ഷാനവാസ്, വഴിയമ്പലം സ്വദേശി കുളങ്ങര വീട്ടിൽ മിൻഷാദ് എന്നിവരെയാണ് പിടിയിലായത്. 15 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മധ്യവയസ്കനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കേ കോട്ടോൽ സ്വദേശി കൃഷ്ണനാണ് അറസ്റ്റിലായത്.
അരണാട്ടുകര ഇൻഫന്റ് ജീസസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 75ാം വാർഷികാഘോഷം വ്യാഴാഴ്ച ആഘോഷിക്കും. മാർ ആന്റണി ചിറയത്ത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. കൊടുങ്ങല്ലൂരിൽ ഉത്സവ കച്ചവടക്കാരനെ കബളിപ്പിച്ച് കള്ളനോട്ട് കൊടുക്കുന്നതിനിടെ എറണാകുളം സ്വദേശി പോലീസിന്റെ പിടിയിലായി. തുരുത്തിപ്പുറം ചിറയത്ത് വീട്ടിൽ ആൽഫ്രഡിനെയാണ് അറസ്റ്റ് ചെയ്തത്. 9,500 രൂപയുടെ കള്ളനോട്ടുകളും വീട്ടിൽ നിന്ന് കള്ളനോട്ട് നിർമ്മിക്കാൻ ഉപയോഗിച്ച പ്രിന്റർ, പേപ്പറുകൾ തുടങ്ങിയവയും കണ്ടെടുത്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂരിനെ കലാകിരീടം നേടിയെടുക്കുന്നതിൽ ജില്ലയിലെ സ്കൂളുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിനെ KPCC വിചാർ വിഭാഗ് ജില്ലാ കമ്മിറ്റി അനുമോദിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കുണ്ടന്നൂരിൽ ബൈക്കിലെത്തിയ സംഘം വീട്ടമ്മയുടെ മാല പൊട്ടിച്ചു. കുണ്ടന്നൂർ സ്വദേശി അനിതയുടെ 3.5 പവന്റെ സ്വർണ്ണമാലയാണ് ഹെൽമറ്റ് വെച്ച് ബൈക്കിലെത്തിയ 2 പേർ കവർന്നത്. വിയ്യൂർ ജയിൽ കവാടത്തിൽ റീൽ ഷൂട്ട്. കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊല്ലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ മണവാളന്റെ സഹായിയാണ് ജയിൽ കവാടത്തിൽ റീൽ ഷൂട്ട് നടത്തിയത്. റിമാൻഡിലായ യൂട്യൂബർ മണവാളനെ വിയ്യൂർ ജയിലിലെത്തിച്ചപ്പോഴാണ് സംഭവം. തൃശൂർ കാഞ്ഞാണി റോഡിലെ അയ്യന്തോൾ സിവിൽ ലൈൻ സ്റ്റോപ്പിന് സമീപം വാട്ടർ അതോറിറ്റി പൈപ്പിന്റെ വാൽവിന്റെ ചോർച്ച തുടങ്ങി 1 വർഷം പിന്നിടുന്നു. ഒരു ദിവസം കൊണ്ട് പരിഹരിക്കേണ്ട പ്രശ്നമാണ് ഉദ്യോഗസ്ഥ അനാസ്ഥ മൂലം അനന്തമായി നീണ്ടുപോകുന്നത്. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ വൈകിട്ട് 5-ന് പൂച്ചട്ടി സെന്ററിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിക്കും. ധർണ DCC ജനറൽ സെക്രട്ടറി ജേജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്യും. ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ മൊബൈൽ സയൻസ് എക്സിബിഷൻ നടത്തി. കോഴിക്കോട് റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റോറിയത്തിന്റെ സഹകരണത്തോടെയാണ് സയൻസ് എക്സിബിഷൻ സംഘടിപ്പിച്ചത്. വെള്ളിക്കുളങ്ങര തിരുകുടുംബ ദേവാലയത്തിന്റെ തിരുനാളിനെ ബുധനാഴ്ച കൊടിയേറും. വൈകിട്ട് 5:30-ന് ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ കൊടിയേറ്റം നിർവഹിക്കും. 25, 26 തീയതികളിലാണ് തിരുനാൾ. കൊടുങ്ങല്ലൂർ വിദ്യാഭ്യാസ ഉപജില്ലയിലെ ജൂനിയർ റെഡ് ക്രോസ് വിദ്യാർത്ഥികൾക്കായി ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. മാള സെന്റ് സ്റ്റെനിസ്ലാവോസ് ഫൊറോന പള്ളിയിലെ തിരുനാളിനെ ബുധനാഴ്ച കൊടിയേറും. ചാന്താ രൂപതാ ബിഷപ്പ് മാർ എഫ്രേം നരികുളം കൊടിയേറ്റം നിർവഹിക്കും. എരുമപ്പെട്ടി പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറായി MC ഐജുവിനെയും ചീഫ് വിപ്പായി റീന വർഗീസിനെയും തിരഞ്ഞെടുത്തു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെയും പാർലമെന്ററി പാർട്ടി കമ്മിറ്റിയുടെയും സംയുക്ത യോഗത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. വടക്കാഞ്ചേരി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പുതുക്കി പണിത പോലീസ് സ്റ്റേഷന് മുൻവശമുള്ള ബസ് സ്റ്റോപ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. പ്രസിഡന്റ് AP ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.